ഇടുക്കി ചിന്നക്കനാലിൽ അനധികൃതമായി ഭൂമി കയ്യേറിയിട്ടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി മാത്യു കുഴൽനാടൻ എം.എൽ.എ. മാത്യുവിൻ്റെ ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമിയിൽ 50 സെന്റ് പുറമ്പോക്ക് ഭൂമിയുണ്ടെന്ന റവന്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഭൂമി ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കുഴൽനാടൻ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വസ്തു വാങ്ങിയതിനു ശേഷം 1 ഇഞ്ച് ഭൂമി അധികമായോ കൈവശപ്പെടുത്തുകയോ മതിൽ കെട്ടി എടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആ ഭൂമിക്ക് മതിലേ ഇല്ല. ഉണ്ടായിരുന്ന സംരക്ഷണ ഭിത്തി ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനെയാണോ മതിൽ കെട്ടി എടുത്തു എന്ന് പറയുന്നത് എന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ കൈവശമുള്ളത് അധ്വാനിച്ച് വാങ്ങിയ ഭൂമിയാണെന്നും കുഴൽനാടൻ വ്യക്തമാക്കി. എത്ര ഭൂമി പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാലും 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. ചിന്നക്കനാലിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഉദ്യോഗസ്ഥർ അളന്നുപോയത് എതിർവശത്തുള്ള ഭൂമിയെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഭൂമി എൻ്റേതല്ല. തൻ്റെ കൈവശമുള്ളത് അധ്വാനിച്ച് പണമുണ്ടാക്കി വാങ്ങിയ ഭൂമിയാണെന്നും കുഴൽനാടൻ വ്യക്തമാക്കുന്നു. മാത്യു കുഴൽനാടൻ്റെ ചിന്നക്കനാൽ സൂര്യനെല്ലിയിലെ റിസോർട്ടിനോട് ചേർന്നുള്ള 50 സെന്റ് പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കാനാണ് ജില്ലാ ഭരണകൂടം നേരത്തെ അനുമതി നൽകിയത്. കയ്യേറ്റം ചൂണ്ടിക്കാട്ടി ഉടുമ്പൻചോല ഭൂരേഖാ തഹസിൽദാർ ഇടുക്കി കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മിച്ചഭൂമി ഏറ്റെടുക്കാൻ കളക്ടർ അനുമതി നൽകിയത്. എം.എൽ.എ. സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തൽ റവന്യൂ വിഭാഗം ശരിവെക്കുകയും ചെയ്തിരുന്നു. ഭൂപതിവ് നിയമങ്ങൾ ലംഘിച്ചാണ് റിസോർട്ട് പ്രവർത്തിക്കുന്നത് എന്നാരോപിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിൽ CPM എറണാകുളം ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയവുമുണ്ട്. 3 വർഷം മുൻപാണ് കുഴൽനാടനും 2 സുഹൃത്തുക്കളും ചേർന്ന് സൂര്യനെല്ലിയിൽ കപ്പിത്താൻ റിസോർട്ട് വാങ്ങിയത്. 1 ഏക്കർ 14 സെന്റ് ഭൂമിയും കെട്ടിടങ്ങളുമാണ് വാങ്ങിയത്. കുഴൽനാടൻ ഭൂമി കയ്യേറിയതായി കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ശേഷം വിജിലൻസ് അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കളക്ടറുടെ ഇടപെടൽ. 4000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കെട്ടിടവും 850 ചതുരശ്ര അടി വിസ്തീർണമുള്ള 2 കെട്ടിടങ്ങളുമാണ് ഇവിടെയുള്ളത്. 2022 ഫെബ്രുവരിയിൽ 2 കെട്ടിടങ്ങളുടെ ആധാരം നടത്തി. പരാതിക്ക് പിന്നാലെ സ്ഥലവും കെട്ടിടവും വിൽപ്പന നടത്തിയതിലും രജിസ്റ്റർ ചെയ്തതിലും ക്രമക്കേടുണ്ടെന്നാരോപിച്ച് സെപ്റ്റംബറിൽ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. സർക്കാർ ഭൂമി കയ്യേറി എന്ന വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വകുപ്പ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പ്രാഥമിക നടപടിയായി വില്ലേജ് ഓഫീസറോട് സർവേ റിപ്പോർട്ട് വാങ്ങും. മാത്യു കുഴൽനാടൻ എം.എൽ.എയുടെ റിസോർട്ട് ഉൾപ്പെടെ 1 ഏക്കർ 20 സെന്റ് ഭൂമിയാണ് ആധാരത്തിലുള്ളത്. എന്നാൽ ഇതോടൊപ്പം 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയതായി വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതായിട്ടാണ് വിവരങ്ങൾ. വില്ലേജ് അധികൃതർ സ്ഥലം അളന്നപ്പോഴാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത്. റിസോർട്ട് ഭൂമിയിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമുള്ള കാര്യം രജിസ്ട്രേഷൻ സമയത്ത് മറച്ചുവെച്ചു. കെട്ടിടത്തിന് 18 ലക്ഷം രൂപ മൂല്യമുണ്ട്. സർക്കാരിന് കിട്ടേണ്ട നികുതി നഷ്ടമായി. 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. മിച്ചഭൂമി ഉൾപ്പെടെ ഭൂമിയിലാണ് റിസോർട്ട് നിൽക്കുന്നത് തുടങ്ങിയവയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ എം.എൽ.എക്കെതിരെയുള്ള ആരോപണങ്ങൾ. ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നും താൻ 1 സെന്റ് ഭൂമി പോലും കയ്യേറിയിട്ടില്ല എന്നുമുള്ള വാദമാണ് മാത്യു കുഴൽനാടൻ എം.എൽ.എ. ആവർത്തിക്കുന്നത്.